എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വടകര അഴിയൂര് മുതൽ വെങ്ങളം വരെയുള്ള NH-66 റീച്ച് ഉണ്ട്. അതായത് തീരെ പണി മൂവ് ചെയ്യാത്ത ഒരു സ്ഥലം. അപ്പോൾ അതിന്റെ കൊയിലാണ്ടി മുതൽ, അതായത് കൊയിലാണ്ടി ചെങ്ങോട്ടാവ് മുതൽ വെങ്ങളം വരെയുള്ള വർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പൊ 4 അണ്ടർപാസിന്റെ വർക്കാണ് അവിടെ നടക്കുന്നത്. അതിൽ ഒരു അണ്ടർപാസിന്റെ വർക്ക് കഴിഞ്ഞു ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള 3 അണ്ടർപാസിന്റെ വർക്കും അവിടുത്തെ പ്രശ്നങ്ങളും അവിടുത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും. അപ്പോൾ തുടർന്ന് എല്ലാവരും ഈ വീഡിയോ കാണുക. അതിനു മുമ്പ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതേപോലത്തെ അപ്ഡേഷനുള്ള എല്ലാ വീഡിയോസും ഇതിൽ വരുന്നതായിരിക്കും. പ്രത്യേകിച്ച് കോഴിക്കോട്ടെ എല്ലാ അപ്ഡേഷൻസും ഈ ചാനലിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇതിപ്പോ നമ്മൾ അണ്ടർപാസിലേക്ക് കടക്കുകയാണ്. ഇതാണ് ചെങ്ങോട്ടുകാവ് അണ്ടർപാസ്. അപ്പോൾ ഇവിടെയൊക്കെ എപ്പോഴും എന്താ പറയുക, ഭയങ്കര കൺജസ്റ്റഡാ. അതായത് ഓൾഡ് NH പുതിയ NH കൂടി കൂടിച്ചേരാണ്. അതായത് ഇവിടുന്നാണ് ബൈപ്പാസ് ആയിട്ട് തിരിയുന്നത്. അതായത് കൊയിലാണ്ടി ബൈപ്പാസ് ആയിട്ട് ഇവിടുന്ന് തിരിയുന്നത്. അതായത് ലെഫ്റ്റിലേക്കാണ് ബൈപ്പാസ് പോകുന്നത്. ചെങ്ങോട്ടാവ് മുതൽ നന്ദി വരെ ഏകദേശം 11 കിലോമീറ്റർ ആണ് ബൈപ്പാസ് വരുന്നത്. അപ്പോൾ ഈ ഒരു അണ്ടർപാസിലൂടെ പോകുന്ന സമയത്ത് അവിടുന്ന് തിരിച്ചും, അതായത് ഇത് വൺ വേ ആണ്. അപ്പോൾ അവിടുന്ന് തിരിച്ച് കുറെ വണ്ടികൾ ഇങ്ങോട്ട് വരും. അതായത് അല്ലാതെ നമ്മൾ ഈ ഭാഗത്തേക്ക് പോകണമെങ്കിൽ U-ടേൺ എടുത്ത് ഏകദേശം 2-3 കിലോമീറ്റർ, അതായത് പൊയിൽക്കാവ് പോയി U-ടേൺ എടുത്ത് തിരിച്ചു വരണം. എന്നാലേ നമുക്ക് ഇവിടെ ഈ സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. അതായത് കൊയിലാണ്ടിക്ക് പോകുന്ന വണ്ടികളൊക്കെ. അപ്പൊ ഇവിടുന്ന് ഈ ഒരു ചെറിയൊരു ഭാഗത്തൂടെ തന്നെ ബസ്സുകളും ഇതേപോലെ ബൈക്കുകളൊക്കെ എതിരെ ഇങ്ങനെ വരും. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഈ ഒരു ചെറിയ ഭാഗത്തുകൂടെ ഇടുങ്ങിയ റോഡിലൂടെ ഇങ്ങനെ വരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുന്ന് നേരെ വീണ്ടും പഴയ NH-ലേക്ക് കടക്കാണ്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഇത് റൈറ്റിലേക്കാണ് ഇതിന്റെ NH പോകുന്നത്, സർവീസ് റോഡൊക്കെ പോകുന്നത്. പക്ഷെ ഇവിടെ ഈ കാണുന്ന റോഡ് പഴയ NH ആണ്. പക്ഷെ ഇത് ശരിക്ക് വൺ വേ ആണ്, അങ്ങോട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ എതിരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എതിരെ വണ്ടികൾ വരുന്നുണ്ട്. കാരണം ഇവിടുന്ന് ലെഫ്റ്റ് റൂട്ട് ചേലിയെന്ന് പറയും. ഇപ്പൊ ചേലിയെന്ന് വരുന്ന വണ്ടികളൊക്കെ ഇങ്ങോട്ട് നേരെ റോങ് സൈഡ് ആയിട്ടാണ് ഇപ്പൊ വരുന്നത്. ഈ പഴയ NH ഇപ്പോഴും ഒരു കുഴിയൊക്കെ ഒന്നും അടയ്ക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, മറ്റേ വർക്ക് കഴിഞ്ഞാലാണോ ഇതൊക്കെ അടയ്ക്കുന്നുള്ള അറിയില്ല. എന്തായാലും പെട്ടെന്ന് ശരിയാക്കി അത്രേ നന്നായിരുന്നു. ഇവിടുന്ന് ആ പഴയ NH തീരാണ്. ജസ്റ്റ് ഒരു 500 മീറ്ററേ ഉള്ളൂ, 300-400 മീറ്ററേ ഉള്ളൂ ഈ പഴയ NH-ല്. ഇവിടുന്ന് വീണ്ടും പുതിയ NH-ലേക്ക്, NH-66-ലേക്ക് കയറുന്നതാണ്. ഇവിടുന്ന് വീണ്ടും ഇപ്പൊ പുതിയ NH-ലേക്ക് കയറി. ഇതിനി എന്താ പറയാ, അത്യാവശ്യം വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും അണ്ടർപാസിന്റെ വർക്കുകളാണ് കാര്യമായിട്ട് കഴിയാനുള്ളത്. അത് ഭയങ്കര, അതായത് ഒരുപാട് സമയം എടുക്കും തോന്നുന്നു ഇനിയും. കാരണം കാര്യമായിട്ടുള്ള പണികളൊന്നും ആയിട്ടില്ല. ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം പെട്ടെന്ന് പണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റിലൊക്കെ പെയിന്റ് ഒക്കെ അടിച്ച് തീർന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുന്നൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വണ്ടി പോകാൻ കഴിയും. പക്ഷെ ഇവിടെ എത്ര സ്പീഡ് പോയാലും വീണ്ടും നമ്മൾ അടുത്ത അണ്ടർപാസ് പോയിട്ട് അവിടെ ബ്ലോക്കിലെ കുടിയും കിടക്കാനുണ്ടാവില്ല. കൊയിലാണ്ടിയിൽ നിന്ന് വരുമ്പോഴുള്ള രണ്ടാമത്തെ അണ്ടർപാസ് ആണ്. അതായത് ചെങ്ങോട്ടാവ് മുതൽ വെങ്ങളം വരെ റീച്ചിലുള്ള അതിന്റെ ഇടയ്ക്കുള്ള രണ്ടാമത്തെ അണ്ടർപാസ്. ഇതാണ് പൊയിൽക്കാവ് അണ്ടർപാസ് എന്ന് പറയും. ഇവിടെ ഒന്നും പണി എവിടെ എത്തിയിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ ഈ കുണ്ടും കുഴിയിലൂടെ തന്നെയാണ് ഇപ്പോഴും യാത്ര ചെയ്യേണ്ടി വരിക. ഒരുപാട് ആംബുലൻസുകളും ഒക്കെ കടന്നു പോകുന്ന വഴിയാണ്. ആംബുലൻസുകൾ മാത്രം, ഒരുപാട് റൂട്ട് ബസ്സുകൾ, അതായത് മെയിൻ NH ഹൈവേ അല്ലേ. അത് മാത്രമല്ല, സർവീസ് റോഡ് പോലും ഇവിടെ ഒന്നും ശരിയാക്കിയിട്ടില്ല. ഈ കുണ്ടും കുഴിയുള്ള വഴിയിലൂടെ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഇവിടെ മാറ്റാത്തതൊന്നും അറിയില്ല. ഇവര് തീരെ ഒരു വർക്ക് സ്പീഡില്ല. നല്ല രീതിയിൽ വണ്ടി ഓടിച്ചു പോകാനുള്ള റോഡെങ്കിലും ഉണ്ടാക്കണ്ടേ, അതൊന്നുമില്ല. ജസ്റ്റ് ഒരു കുഴി പോലും അടിക്കുന്നില്ല. ഇവിടെ ഇതാണ് അണ്ടർപാസ്. പക്ഷെ ഇവിടെ ഒന്നും എവിടെയും പണി എത്തിയതായിട്ട് കാണുന്നില്ല. ഭയങ്കര പൊടിയും. കാരണം ഇവിടുന്ന് വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കഴുകണം. അതാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം അത്രയും പൊടിയായിരിക്കും. ഇവിടെ കുറെ മണ്ണിട്ട് സൈഡ് വാളൊക്കെ കെട്ടിയെന്നല്ലാതെ ഇവിടെ കാര്യമായിട്ട് പണിയൊന്നും ഇവർ തീർത്തിട്ടില്ല. ഇവിടുന്ന് വീണ്ടും ഈ സർവീസ് റോഡിൽ കൂടെ തന്നെ ഇങ്ങനെ പോയിട്ട് നമുക്ക് വീണ്ടും NH കയറാൻ പറ്റും. ഇതാണ് ചേമഞ്ചേരി. നമ്മൾ ഇവിടുന്ന് വീണ്ടും NH-ലേക്ക് വർക്ക് കഴിഞ്ഞ ഭാഗത്തേക്ക് കയറാൻ പറ്റും. കാരണം ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പിന്നെ സൈഡൊക്കെ അത്യാവശ്യം പെയിന്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. റോഡൊക്കെ നല്ല രീതിയിൽ ടാർ ചെയ്തിട്ടുണ്ട്.
അതായത് നല്ല റബ്ബറൈസ്ഡ് ടാർ തന്നെയാണ് ഇവിടെ ചെയ്ത് വെച്ചത്. ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിലൂടെ നമുക്ക് വണ്ടി പോകാൻ പറ്റും. ഇനി ഇവിടെ കാര്യമായിട്ട് പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലൈൻ വരയ്ക്കുക, പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് വെക്കുക, അതൊക്കെയാണ് കാര്യമായിട്ട് പണിയുള്ളത്. അതും കൂടി എന്താ ഈ ഭാഗം ഏകദേശം ഓക്കെയാണ്. ഇതിപ്പോ നമ്മളിനി പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ പൂക്കാട് അണ്ടർപാസിന്റെ മുകളിലൂടെയാണ്. അപ്പോൾ ഇവിടെ അതായത് ഈ ചെങ്ങോട്ടാവ് മുതൽ വെങ്ങളം വരെയുള്ള ഏകദേശം 4 അണ്ടർപാസ് ഉണ്ട്. അപ്പൊ 4 അണ്ടർപാസിൽ ഒറ്റ അണ്ടർപാസിന്റെ വർക്കേ കഴിഞ്ഞുള്ളൂ. അതാണ് ഈ കാണുന്ന പൂക്കാട് അണ്ടർപാസ്. അപ്പൊ ഇതിന്റെ മുകളിലൂടെയാണ് അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലെഫ്റ്റിലൂടെ KSRTC ബസ് ഒക്കെ പോകുന്നുണ്ട്. അത് ലൈൻ ബസ് ആയതുകൊണ്ട് അവർക്ക് സർവീസ് റോഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ബസ് സ്റ്റോപ്പൊക്കെ അവിടെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആ വണ്ടികളൊക്കെ അങ്ങനെ പോകുന്നത്. ഇവിടെയൊക്കെ നല്ല സുഖമായിട്ട് ഇപ്പോൾ യാത്ര ചെയ്യാൻ പറ്റുന്നത്. അതായത് ഈ ഒരു അണ്ടർപാസിൽ മാത്രം നമുക്ക് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാം. ഇവിടെയാണ് അണ്ടർപാസ് കറക്റ്റ് ആയിട്ട് വരുന്ന സ്ഥലം. ഇവിടെ കുറച്ചും കൂടി വർക്കുകൾ തീരാനുണ്ട്. അപ്പോ ഇവിടെയാണ് തിരുവങ്ങൂര് അണ്ടർപാസിന്റെ സ്റ്റാർട്ടിങ്. ഇവിടെ ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. ഇതേപോലെ ഭയങ്കര കണ്ണൂർ ബസ്സാണ് പോകുന്നത്, ഭയങ്കര സ്പീഡാണ് ഇവർ. അപ്പോൾ അതൊക്കെ ഇതിന്റെ ഈ ബ്ലോക്കിന്റെ ഒക്കെ ഇടയ്ക്കാണ് പോകുന്നത്. അപ്പൊ ഇതാണ് തിരുവങ്ങൂര് അണ്ടർപാസിന്റെ സ്റ്റാർട്ടിങ്. ഇവിടെ ഇപ്പോ മണ്ണിട്ട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതപ്പൊ തീരുന്നുള്ളതൊന്നും കറക്റ്റ് അറിയില്ല. ഇവിടെ എപ്പോഴും ബ്ലോക്കാണ്. സാധാരണ ദിവസങ്ങളിലൊക്കെ രാവിലെയൊക്കെ പോകുന്ന സമയത്ത് നല്ല ബ്ലോക്ക് കുടുങ്ങിയിട്ടാണ് പോകുക. ജോലിക്ക് പോകുന്ന ആളുകളും അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികള്, മറ്റുള്ള ആവശ്യത്തിന് ഹോസ്പിറ്റൽ ആവശ്യത്തിനൊക്കെ പോകുന്ന ആളുകളൊക്കെ ഈ ബ്ലോക്കിൽ പെട്ടിട്ടാണ് എപ്പോഴും യാത്ര ചെയ്യാറ്. അതായത് നമുക്ക് ഇവിടെ ബ്ലോക്ക് കഴിഞ്ഞിട്ടുള്ളൊരു നേരം നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യും, പിന്നെ നിൽക്കും, പിന്നെ മൂവ് ചെയ്യും, പിന്നെ നിൽക്കും. ഇങ്ങനെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് ഇപ്പം അർജന്റായിട്ടൊരു വണ്ടിക്കൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് സ്പേസ് കൊടുക്കാനുള്ള സ്ഥലം പോലും ഇവിടെ ഇല്ല. വണ്ടി ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്, വളരെ പതുക്കെ പതുക്കെ. ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ഇവര് കാര്യമായിട്ട് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം എത്രയോ വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു, പക്ഷെ എന്താ പറയാ തീരെ മൂവ് ചെയ്തിട്ടില്ല. മറ്റേ മലപ്പുറം രാമനാട്ടുകര മലപ്പുറം ആ റീച്ചിലൊക്കെ എത്ര പെട്ടെന്നാണ് വർക്ക് കഴിഞ്ഞ് അവർ ഓപ്പൺ ചെയ്ത് കൊടുത്തത്. എനിക്ക് തോന്നുന്നു അവിടേക്കാളും ആദ്യം തുടങ്ങിയത് ഈ സ്ഥലത്തേക്കാണ്. ഈ വടകര വെങ്ങളം, അതായത് അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള റീച്ചിലാണ് എനിക്ക് തോന്നുന്നത് ആദ്യം വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇവിടെ ഇതുവരെ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതുകൊണ്ട് അണ്ടർപാസ് കണ്ടോ, ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഇത് ലെഫ്റ്റിലേക്ക് അത്തോളി ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ്, റൈറ്റിലേക്ക് കാപ്പാട് സൈഡിലേക്ക് പോവുക. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല വാഹനങ്ങള് കടന്നു പോകുന്ന ഒരു വഴി. അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ ബ്ലോക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആളുകൾ നടക്കുന്നുണ്ട്, കുറെ കച്ചവടക്കാർ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ബ്ലോക്ക് ഇവിടെ. ഈ ഭാഗം കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് വരില്ല കേട്ടോ. പിന്നെ സർവീസ് റോഡ് കയറിയിട്ട് നമുക്ക് വെങ്ങളം എത്തും. വെങ്ങളെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹൈവേ കയറിയിട്ട് പിന്നെ നേരെ കോഴിക്കോടേക്ക് അങ്ങ് പോവാം. പിന്നെ എല്ലാ വർക്കും അത്യാവശ്യം കഴിഞ്ഞതാണ്. അപ്പൊ ഇതൊക്കെയാണ് NH66 ചെങ്ങോട്ട മുതൽ വെങ്ങളം വരെയുള്ള നാഷണൽ ഹൈവേയുടെ പുതിയ അപ്ഡേഷൻസ്. അപ്പൊ ഇതുപോലുള്ള പുതിയ വീഡിയോകളൊക്കെ ഇനിയും ഈ ചാനലിൽ വരുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.